നമസ്കാരം, ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. അവിടെ വലിയ പാടല്ലേ ജോലി, ഒരുപാട് കഷ്ടമല്ലേ? ഇവിടെ ആദ്യം ഹസ്ബൻഡായിട്ടാണ് പോയത്. ഹസ്ബൻഡായിട്ട് പോയി. അല്ല, ഹൗസ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടമുള്ളൊരു ജോലിയല്ലേ? അവിടുത്തെ അവരുടെ നാട്ടിൽ, അവരുടെ ഒമാനികളുടെ വീട്ടിൽ കഷ്ടപ്പാടാണ്, ഒത്തിരിയും കഷ്ടപ്പെടണം. എല്ലാ ജോലിയും ചെയ്യണം. 10 മക്കളുണ്ട്, 10 മക്കളെ നോക്കണം, വീട്ടില് ജോലി ചെയ്യണം, അവരുടെ തുണിയൊക്കെ മെഷീനിട്ട് അലക്കി ഉണക്കി, കുഞ്ഞുങ്ങളെ നോക്കണം, ആഹാരം വെക്കണം, കാർ എത്ര ഉണ്ട് കാർ കഴുകണം, കാറും കഴുകണം. അയ്യോ. പിന്നെ വൈകിട്ട് കുഞ്ഞുങ്ങളെ നടത്താൻ കൊണ്ടുപോകണം. പിന്നെ മുഴുവനും നോക്കണം. പിന്നെ അവര് പുറത്ത് കുഞ്ഞുങ്ങളെ നോക്കില്ല, നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് അവര് പുറത്ത് പോകുന്നത്. കുഞ്ഞുങ്ങളെ പിന്നെ അവര് വരുന്നിടം വരെ നോക്കണം. പകല് കിടന്ന് ഉറങ്ങും, രാത്രിയിലാണ് അവരെല്ലാം പുറത്ത് പോകുന്നത്. പിന്നെ നമുക്ക് പകലും ഉറങ്ങാൻ പറ്റില്ല, രാത്രിയിലും ഉറങ്ങാൻ പറ്റില്ല, കുഞ്ഞുങ്ങളെ നോക്കണം. ആണോ രാധാകൃഷ്ണൻ? എത്ര സാരി മേടിച്ചു കൊടുത്തിട്ടുണ്ട്? ഞാൻ ഇവർക്ക് തുണിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. എത്ര എണ്ണം മേടിച്ചു കൊടുത്തിരുന്നെങ്കിലും ഓർമ്മ? പോകുന്നിടം വരെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ കൂടെ ഒക്കെ മേടിച്ചു കൊടുക്കും? ഇല്ല മേഡം, ഒറ്റൊരു സാരി, ഇത് ഇപ്പോഴും അതെന്റെ കയ്യിലുണ്ട്, ഒറ്റൊരു സാരി വാങ്ങിച്ചു തന്നത്. ജോലിക്ക് പോകത്തില്ലേ? ജോലിക്ക് പോകും. ജോലിക്ക് പോയാൽ പൈസ ഇല്ല. എത്ര രൂപ കിട്ടും ഒരു ദിവസം ജോലിക്ക് പോയാൽ? അന്നത്തെ സമയത്ത് ഇവർക്കൊക്കെ 300 രൂപയായിരുന്നു ശമ്പളം. അപ്പൊ എത്ര രൂപ വീട്ടിൽ തരും? വീട്ടിൽ അമ്മയുടെ കയ്യിൽ കൊടുക്കും, സാധനം വാങ്ങിക്കാൻ കൊടുക്കും. ചിലപ്പം കുഞ്ഞിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 50 രൂപയോ അതിൽ കൂടുതൽ എനിക്ക് തരത്തില്ല. പിന്നെ ഞാൻ പൈസയ്ക്ക് ഷാപ്പ് പടിക്ക് പോയി നിൽക്കും, ഷാപ്പ് പടിക്ക് പോയി നിന്നിട്ടാണ് പൈസ മേടിക്കുന്നത്. കള്ള് ഷാപ്പിൽ? ഇവിടെ ഇതുപോലെ ഇതെല്ലായിടത്തും പറയുന്നത്. എത്ര പ്രാവശ്യം ഇവിടെ നീ ഷാപ്പിൽ വന്നിട്ടുണ്ട്? എത്ര പ്രാവശ്യം വന്നിരുന്നു? എത്ര പ്രാവശ്യം ജനം കണ്ടോണ്ടിരിക്കുന്നത് തന്നെ. എത്ര പ്രാവശ്യം പറയട്ടെ, നീ എന്റെ കൂടെ വന്നിട്ടുണ്ട് ഷാപ്പ് പടിക്ക്? നീ 2 കുഞ്ഞുങ്ങളെ പോകരുത്, ഈ കള്ളത്തരം പറയുന്നു. കള്ളത്തരം പറയത്തില്ല, പറഞ്ഞത് മൊത്തം കള്ളത്തരം. എനിക്ക് നിങ്ങളുടെ ഇപ്പോഴും സ്നേഹമേ ഉള്ളൂ, കള്ളത്തരം പറഞ്ഞു പഠിക്കരുത്. നമുക്ക് നമ്മുടെ 2 കുഞ്ഞുങ്ങളെ ഭാഗം മാത്രം നോക്കിയാൽ മതി. ഈ കള്ളത്തരം പറയരുത്. എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. തെറ്റിയതിട്ടുണ്ടെങ്കിൽ ദൈവം തരുമ്പോൾ എനിക്ക് കൂലി തന്നോളും. ഞാൻ തെറ്റിയതിട്ടുണ്ടെങ്കിൽ ഞാൻ അധ്വാനിച്ചാണ് ഇതുവരെ. അല്ല, ഞാൻ ഒരിക്കലും നല്ല ഉറപ്പാണ്. ഞാൻ നിന്റെ കഴുത്തെ താലി കെട്ടിട്ടുണ്ടെങ്കിൽ നീ എന്റെ 2 കുഞ്ഞുങ്ങളെ തള്ളയാ. നീ അങ്ങനെ പോകുന്നു ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇപ്പോഴും നിന്നെ സ്നേഹം ഉണ്ടായിട്ടാ. ഇപ്പം വേണമെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകാനും കൊണ്ടാണ് ഞാനിപ്പോ വന്നത്, അറിയാമോ? അങ്ങനെ ഒരു കക്കുസി പറഞ്ഞൊരു കക്കുസ് പോലും ഇല്ലായിരുന്നു മേഡം എൻ്റെ വീട്ടില്. എന്നുവെച്ചാൽ തേക്കല പറിച്ചോണ്ട് വന്ന് അതിൽ അപ്പിയിട്ട് കൊണ്ട് കുഴിച്ചിടുമായിരുന്നു എൻ്റെ വീട്ടിൽ. മൂത്രം ഒഴിക്കണമെങ്കിൽ ചരുവ എടുത്തോണ്ട് വന്ന് പെരക്കകത്ത് കയറി വെച്ച് മൂത്രം ഒഴിച്ചിട്ട് വേണം കൊണ്ട് കളയാൻ വെളിയിൽ. അത്രയ്ക്ക് ഗതി കെട്ടു. ഭർത്താവിനോട് പറഞ്ഞു ഒരു മറ കെട്ടിത്തന്നില്ല. എൻ്റെ മൂത്ത മോന് ഞാനും കൂടെ ഒരു സാരി മറച്ച് വെച്ച ശേഷമാണ് അതിൽ നിന്ന് മൂത്രം ഒഴിക്കുന്നത്, കക്കുച്ചി പോകുന്നത്. 5000 രൂപ ഒരു വീട്ടിയോ? യൂരിയല്ലേ വീട്ടിയത്? പിന്നെ ബ്ലേഡുകാരെന്ന് എനിക്കറിയത്തില്ല അത് വീട്ടിട്ടുണ്ടോ ഇല്ലയോ. ഇവിടെ വന്നിരുന്ന അറിയില്ല എന്ന് പറയുന്നത് ഒരു വിധത്തിലും ആത്മാർത്ഥം ഇല്ലാതെ ആൾക്കാരെ ഇവള് പറയുമ്പോഴാണ് അറിയുന്നത്. ഒന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും 25 കിട്ടിയ കാര്യം തിരിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ അറിയണ്ട, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഞാൻ. പിന്നെ അവസാനം എനിക്ക് എന്നെ കുറ്റം, ഞാൻ തന്നെ എല്ലാം കുറ്റക്കാരി. ഞാനറിഞ്ഞിട്ട് ഈ പണം വാങ്ങിച്ചത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് സാധനങ്ങൾ അച്ഛൻ അന്നേരം സാധനം എല്ലാം അച്ഛൻ്റെ കൊടുക്കുകയൊക്കെ ചെയ്യും. അവരെന്നെ വിളിച്ച് പറയും. എന്നെ അച്ഛൻ എപ്പോഴും വിളിക്കുകയും ചെയ്യും. മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വരെ എന്നെ വിളിക്കുകയെല്ലാം ചെയ്തു. അന്നേരം വരുമ്പോൾ എല്ലാം എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അച്ഛനറിയല്ല, എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ആശ്രയം പോയി. അവിടെ എൻ്റെ അച്ഛനെ ആൾക്കാർ കൂട്ടി അത്രയും ഞാൻ മുടക്കിയിട്ടും എൻ്റെ അച്ഛനെ ആൾക്കാർ വെച്ച് അടുപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞ ചേട്ടനും അനിയനും പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന്. മരണം കഴിഞ്ഞു, എല്ലാ ഇതും കഴിഞ്ഞാണ് പോകുന്നത്. അവിടെ നിന്ന് എല്ലാ ഇതും കഴിഞ്ഞാണ് പോകുന്നത്. അതിൽ പകുതി ഇട്ടതൊന്നും പോയില്ല. അതിന്റെ ചെലവുകൾ മുക്കാലും ഞാനാണ്. എൻ്റെ അച്ഛൻ, ഞാൻ അച്ഛൻ്റെ പൈസ കൊടുത്തിട്ട് അച്ഛൻ എല്ലാ കാര്യങ്ങളും അച്ഛൻ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ബഹളം ഉണ്ടാക്കും. വലിയ
ആദ്യമൊന്നും വലിയ കുടിയൊന്നും അന്നൊന്നും ഞാൻ കുടിക്കുന്നത് കണ്ടപ്പോൾ ഈ ചേറിയുടെ ഇടയിലെ തൻ്റെ കയറ്റി വെക്കുകയുള്ളായിരുന്നു. അല്ലാതൊന്നും കുഴപ്പമൊന്നുമില്ല. വീടി വലിയുണ്ട്. അത് ഒരേ കെട്ട് വീടി വാങ്ങിക്കും, കൊണ്ടുവരും, റൂമിലോട്ട് കൊണ്ടുപോകും, കുറേ വെള്ളവും എടുക്കും. അതും ഇരുന്ന് ഇങ്ങനെ വലിച്ചിട്ട് വെള്ളവും കുടിച്ചിട്ട് ആ റൂമിനകത്ത് ആരോടും മിണ്ടത്തും ഇല്ല, ഒന്നുമില്ല.